ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പറയുന്നത് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള തുടക്കം എന്ന് പറയുന്ന മലയാള സിനിമയുടെ ദിന കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് നായികയായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായിരുന്നല്ലോ തുടക്കം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് വിസ്മയുടെ തുടക്കം ബോക്സ് ഓഫീസിൽ വൻ ചലനമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ലാലേട്ടൻ്റെ കമിയർ റോൾ കൂടി ആയപ്പോഴത്തേനും ചിത്രത്തിന് ബോക്സ് ഓഫീസ് റേഞ്ച് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗ് വലിയ തരംഗം ചിത്രം സൃഷ്ടിച്ചില്ലെങ്കിലും ആദ്യ ദിനം ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രം സ്വന്തമാക്കുന്നത്. 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആൻ്റണി ജോസഫാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തത്. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് മറ്റ് സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു മാക്സിമം തുക തന്നെയാണ് വിസ്മയയുടെ തുടക്കം എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 5 മുതൽ 6 കോടി രൂപ വരെ ചിത്രം സ്വന്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരുപക്ഷെ ആദി എന്ന് പറയുന്ന സിനിമയിലൂടെ പ്രണവ് 50 കോടി നേടിയതുപോലെ തന്നെ വിസ്മയ മോഹൻലാലും തുടക്കം എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരു 50 കോടി നേടാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. നാളെ ശനി ഞായർ ദിവസങ്ങളാണ് ഇതേ കളക്ഷൻ ചിത്രത്തെ നിലനിർത്താൻ സാധിച്ചാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പം തുടക്കം എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.